കേന്ദ്ര സർവകലാശാലയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു പഠന കേന്ദ്രമുണ്ട്. ആരംഭിച്ച് 10 വർഷമായിട്ടും പരിമിതികളിൽ നട്ടം തിരിയുകയാണ് വിദ്യാർത്ഥികൾ. BSNLന്റെ വാടക കെട്ടിടത്തിലെ 3 ഇടുങ്ങിയ മുറിയിലാണ് ക്ലാസുകൾ നടക്കുന്നത്. റവന്യൂ വകുപ്പ് ഭൂമി അനുവദിച്ചതായി അറിയിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് ആരോപണം. 2014 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര സർവകലാശാലയുടെ ഒരു ക്യാപിറ്റൽ സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. 12 വർഷം പിന്നിട്ടു. എന്താണ് ഈ കേന്ദ്ര സർവകലാശാലയുടെ അവസ്ഥ? അതാണ് പരിശോധിക്കുന്നത്. ഇതൊരു കേന്ദ്ര സർവകലാശാലയുടെ പഠന കേന്ദ്രമാണ്. ഇടുങ്ങിയ ക്ലാസ് മുറികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ പേരിന് മാത്രം. സെപ്റ്റംബറിലാണ് കേന്ദ്ര സർവകലാശാലയ്ക്ക് നെടുമങ്ങാട് ആണ്ടൂർകോണത്ത് ഭൂമി അനുവദിച്ചതായി റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ തെക്കൻ കേരളത്തിലെ കേന്ദ്രമായി നെടുമങ്ങാട് മണ്ഡലത്തിലെ അണ്ടൂർകോണത്ത് നിശ്ചയിക്കുകയും 6 ഏക്കർ ഭൂമി അതിനായി കൈമാറാനുള്ള നടപടികൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന കാര്യവും വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2014 BSNLന്റെ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ക്യാപിറ്റൽ സെന്റർ ഇപ്പോഴും അവിടെ തന്നെ. 120 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 4 സ്ഥിരം അധ്യാപകർ ഉൾപ്പെടെ 8 അധ്യാപകരും അനധ്യാപകരുമുണ്ട്. സ്വന്തമായി ഭൂമി ലഭിച്ചാൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഒരുക്കും. പുതിയ 5 കോഴ്സുകളും വാഗ്ദാനമുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭൂമി അനുവദിക്കുന്നതിനുള്ള ഫയൽ തീരുമാനമെടുക്കാതെ മാറ്റിയിട്ട് 1 വർഷത്തിലധികമായി. റവന്യൂ കമ്മീഷണറേറ്റ് അതിനുശേഷം റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത് നൽകാം എന്നുള്ള ആ ഒരു ധാരണയിലാണ്. ഫയൽ വർക്കെല്ലാം പൂർത്തിയായതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ജനുവരി 2025 മുതൽ ഫയൽ പെൻഡിംഗ് ആണ്. ഹിന്ദു മിനിസ്റ്ററുടെ ഓഫീസിൽ ഫയൽ പെൻഡിംഗ് ആണ്. അത് ഇതുവരെ അത് അംഗീകരിക്കുകയോ റിജക്റ്റുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ 5 കോഴ്സുകൾ നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിലുള്ള കോഴ്സ് തന്നെ അയ്യങ്കാളി സെൻ്ററുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ നമുക്ക് അനുവദിച്ചായിരുന്നു. അത് തുടങ്ങാനും ഈ സ്ഥലപരിമിതി കാരണം നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ആകെയുള്ളത് ഇന്റർനാഷണൽ റിലേഷൻസ് BA കോഴ്സ്. അതിപ്പോൾ 4 വർഷത്തെ കോഴ്സായി മാറ്റി. പക്ഷേ 3 ക്ലാസ് മുറികളാണ് വാടക കെട്ടിടത്തിൽ നിലവിലുള്ളത്. 4ാം വർഷ വിദ്യാർത്ഥികൾക്കായി കാർപോർച്ചിൽ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് ക്ലാസ് മുറികൾ ഒരുക്കേണ്ട ഗതികേടിലാണ് അധ്യാപകർ. 4 ഇയർ നമ്മുടെ ക്ലാസ്സസ് വരുമ്പോഴത്തേനും നമുക്ക് ക്ലാസ് റൂം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതിനുള്ള സ്പേസ് പോലും നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ക്ലാസ് റൂം, ഈ കാപ്പോർച്ച് ക്ലാസ് റൂമാക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ക്ലാസ് റൂംസ് ആണെങ്കിലും വളരെ ചെറുതാണ്. വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം 8 കിലോമീറ്റർ അകലെയാണ് ഒരുക്കിയിരിക്കുന്നത്. Now they are adopting 4-year course, so there is lack of classrooms here, and the classrooms are also so congested. And because of there is no permanent land here, the hostels are situated 4 kilometers away from the campus. So it is very difficult to travel daily, and we are going by KSRTC. And because of this, we can't start mess because there is very low number of students. Some are North Indians, some are South Indians. If both hostels are mixed, we can make a mess for us. ശശി തരൂരിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്ത് പഠന കേന്ദ്രം തുടങ്ങുന്നതും ഇന്റർനാഷണൽ റിലേഷൻസ് ബിരുദ കോഴ്സ് സെന്ററിന് അനുവദിക്കുന്നതും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അന്തിമ അനുമതി നൽകാത്തതിന് കാരണം ഇപ്പോഴും വ്യക്തമായി പറയുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയം അതിനൊരു കാരണമായിട്ടുണ്ടാകാം. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി മെറിറ്റിൽ അഡ്മിഷൻ നേടുന്നവർ തന്നെയാണ് ഇവിടെയുള്ള കുട്ടികളും. അവരുടെ ഭാവി ഭരണാധികാരികൾ പന്താടരുത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.